ഹായ് വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർക്കും തിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് മകപ്പു കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി ചാച്ചാ ചാച്ചാ എന്റെ കൊച്ചിനെ കണ്ടായിരുന്നോ? ആ ഇതിങ്ങനെ ഡ്രൈ ആയിരുന്നോ? എന്തിനായി മന്ദവാർത്ത് ചെന്താമരട്ടൈ പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി ഔവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി കുറുകൾ സകല മകളുവതിനു മണിയണമിതു തരുണികൾ മാർത്തോമൻ മണിയുടെ മഹിമകളൊഴുകി പാൽചോറും കഴിപ്പിച്ചു പതിവുകൾ നടത്തി കൊണ്ടാടുമ്പോൾ മനോഹരം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ അന്നമ്മേ നീ എന്താടി പെങ്കൊച്ചേ കുന്തം പോലെ ചിന്തിച്ചു നിൽക്കണത് ഇല്ലമ്മേ ഒന്നുമില്ലമ്മച്ചിയെ ചുമ്മാറങ്ങ് ചിന്തിച്ചു നിന്നതാണേ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു നിന്നിട്ടാടി കെട്ടും മുമ്പേ കൊച്ചേ നിന്നെ പെറ്റത് അക്കാലം ഇതല്ലല്ലോ പൊന്നമ്മച്ചി ബുദ്ധിയുള്ള പെണ്ണുങ്ങളാ ഞങ്ങള് പെണ്ണിനത്ര ബുദ്ധിയുണ്ടായാലും പച്ചമാങ്ങ തിരിച്ചാണ് ഏത് മൂഡ്? ക്രിസ്മസ് മൂഡ്. ഇതാണോ നിങ്ങളുടെ ക്രിസ്മസ് മൂഡ്? ഞങ്ങളുടെ മൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പാ. എല്ലാരും ഏത് വെച്ചേ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ടീമിനെ. നിങ്ങൾ എല്ലാരും MBBS സ്റ്റുഡൻസ് ആണ്. മാർഗം കളിക്കുന്ന MBBS എല്ലാവരും അല്ലേ? ആരൊക്കെയാണ് MBBS പഠിക്കാത്തവർ? ഞങ്ങള് 4 പേര് കോട്ടയം ജില്ലയിലെ കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. മനോഹരമായ സ്ഥലമാണ്. അതെ അതെ, ഞങ്ങള് സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് അവിടെ ഒരു അടുക്കും കുണുക്കും പറയുന്ന ഒരു ടീം ഉണ്ട്. അടുക്കും കുണുക്കും ചിട്ടെന്നാണ് പറയുന്നത്. ഇത് അടുക്കും കുണുക്കും. അടുക്കും കുണുക്കും. ആ ടീമിലെ മെമ്പേഴ്സ് ആണ് ഞങ്ങള് 4 പേര്. ഏതാണ് 4 കില്ലാടികൾ? ഏതൊക്കെ ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നേ? ഞാൻ 12th കഴിഞ്ഞു. ഇവള് 10th, ഇവള് 8th, അവള് 9th. കൊള്ളാം കൊള്ളാം. അപ്പൊ ഈ MBBS പഠിക്കുന്ന ഈ ഞങ്ങൾ വിഭാഗങ്ങളാണോ? ഞങ്ങൾ ഇത്രയും പേരാണ് MBBS. പക്ഷെ നിങ്ങൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്നല്ലയോ? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ 7 പേരും. ഇതൊക്കെ പറഞ്ഞു വരുമ്പോ നിങ്ങളുടെ മാഷാരാ? നിങ്ങളെ പഠിപ്പിച്ച ആരെയും മാർഗം? ഞങ്ങൾക്ക് ഈ വേദിയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ പത്മകുമാർ സാറിന്റെ സ്റ്റുഡൻസ് ആണ്. സാറാണ് ഞങ്ങൾ ഈ വേദിയിൽ കളിക്കാൻ അവസരം തന്നതും. അപ്പം സാറിന് ഞങ്ങൾ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ വിളിച്ചോട്ടെ. തീർച്ചയായിട്ടും വിളിച്ചോളൂ. വായോ പത്മകുമാർ സാർ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യേണ്ടതാണ്. മൂന്ന് വർഷമായിട്ട് സാറിനെ ഇങ്ങോട്ട് വിളിക്കണേ. ഞങ്ങളെ സ്വന്തം അളിയനായി നിൽക്കുന്നത്. അല്ല, ഇതിന്റെ ഒരു സംഭവം അറിയാമോ? തമാശ. സാധാരണ കയറി വരുമ്പം പത്മകുമാർ സാർ സ്വയം ചെറുമക്കളെയും കൊണ്ടുവരും. എന്നിട്ട് സ്വന്തം പെർഫോമൻസിന്റെ ടെൻഷൻ. ഇന്ന് പുറത്ത് നിന്നിട്ട് സ്റ്റുഡൻസ് പെർഫോം ചെയ്യുമോ എന്നുള്ള ടെൻഷൻ. പക്ഷെ എപ്പോഴായാലും പത്മകുമാർ സാർ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടല്ലേ? ഈ മാഷിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കണ്ടിട്ടുണ്ട്. ആണ് ഇവിടെ സ്കിറ്റിലെ ഭയങ്കര കില്ലാടിയാണ് ഞങ്ങളുടെ മാഷും പിള്ളേരും. കഴിഞ്ഞ 2 വട്ടത്തെ സ്കിറ്റും കണ്ടായിരുന്നു സാറ്. അത് ആ സമയത്ത് തന്നെ സാറ് അയച്ചും തരും. എന്നിട്ട് കാണണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നത് പറയണോന്ന് പറഞ്ഞില്ലേ? സാറിന്റെ
അല്ല മാഷേ, ഈ മാർഗംകളി ഇവരുടെ മത്സരമൊക്കെ ആയിട്ട് നടന്നാ മതിയോ? നമ്മൾ ഇങ്ങോട്ട് മത്സരം ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇപ്പൊ കലോത്സവത്തിന്റെ ഭയങ്കര തിരക്കലായിരുന്നു. സ്കൂളിന്റെ എല്ലാം ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ജനുവരിയിൽ തൃശ്ശൂർ വെച്ച് നടക്കുന്നു. അടിപൊളി. അപ്പൊ എന്തായാലും മെരി ക്രിസ്മസ് മാഷേ, പിള്ളേരോടും പറയണം. നിങ്ങൾക്കും എല്ലാവർക്കും മെരി ക്രിസ്മസ് ഗൈസ്. മെരി ക്രിസ്മസ്. അപ്പൊ ഇനി ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെയുള്ള ആഘോഷം നമ്മൾ കൂടാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിരിക്കാം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മധുരം, കാരണം കേക്ക് ഉണ്ടാവും അല്ലെ, കേക്ക് കുറെ കഴിക്കും, വൈൻ ഉണ്ടാവും. അപ്പൊ ഈ കേക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉറുമ്പുകൾ അല്ലെ. ഉറുമ്പുകളൊക്കെ വരുന്ന ആ സമയത്താ, കാരണം കേക്കിനൊക്കെ അവിടെ ഇവിടെ പൊടികളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പുകൾ അത് കഴിക്കാൻ വരും. ഇതൊക്കെ ഞാൻ എന്തിനായിരിക്കും ഇപ്പൊ പറയാൻ കാരണം? ഉറുമ്പുകളുണ്ടോ അടുത്ത സ്കിറ്റില്? യെസ്, അഖിൽ പറഞ്ഞ കറക്റ്റ് ആണ്. എങ്കിൽ അടുത്ത ഉറുമ്പുകളാണ് വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തോ നമ്മളോട് പറയാനുണ്ട്. അത് എന്നാന്നുള്ള കേട്ടാലോ? കേക്കാം. എന്നാ ഉറുമ്പുകളൊക്കെ അങ്ങോട്ട് പോകും, നമുക്ക് കിട്ടുമോ? എവിടെയൊക്കെ പറന്നു കിടക്കണം അറിയാം. അതുകൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയ വേറൊരു കേസുണ്ട്. നമ്മളെ കളിയാക്കിയ ആൾക്കാരില്ലേ, കൊറോണ സമയത്ത് നമ്മളെ അനുകരിച്ചത് അതിങ്ങനെ നല്ല പ്ലം കേക്ക് ആരെങ്കിലും വരുന്നതിന് മുന്നേ ഒന്ന് തോണ്ടിക്കളയല്ലേ. തൊട്ടു പോവല്. എടാ, അവരിപ്പോ അത് വെട്ടി വെച്ചല്ലേ ഉള്ളൂ. അവരാദ്യം തിന്നട്ട്, പിന്നെ നിനക്ക് പോലെ പൊടി വല്ലതും ഉണ്ടെങ്കിൽ ബാക്കി തിന്നാ. ഇവിടുത്തെ വീട്ടുകാരല്ലേ പൊടി പോയിട്ട് മൂക്കുപൊടി പോലും കിട്ടൂല. പിന്നെ നിനക്ക് എന്താ ഇത്ര ജാട? കുറച്ചു ദിവസമായിട്ട് ഞാൻ നോക്കണല്ലോ. ഞാളേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആവാൻ പോയില്ലേ. ബ്രാൻഡ് അംബാസിഡറാ? ഓ, എന്തിന്റെ? ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ആൾക്കാരുടെ. അതെങ്ങനെ മനസ്സിലായില്ല? കേട്ടിട്ടില്ലേ? ഇല്ല. ഏലക്കും പോവൂല കൂലിക്കും പോവൂല, ചുമ്മാ ഈച്ചടിച്ചിരിക്കല്ലേ അവരുടെ ബ്രാൻഡ് അംബാസിഡർ. ഓ അങ്ങനെ. ഓ. അല്ലടാ, നിന്റെ അനിയ എങ്ങോട്ട് പോയി? അയ്യോ, അവനെ പല്ലി പിടിച്ച്. പല്ലു പിടിച്ചാ? എന്നിട്ട് പേടിക്കണ്ട, രക്ഷപ്പെട്ട്. എങ്ങനെ രക്ഷപ്പെട്ട്? പല്ലിയുടെ വാക്യത്തിന്റെ അനി ഇരുന്നപ്പോഴേ ഒരു സത്യം പറഞ്ഞു. ആ സമയത്ത് പല്ലി എന്നാക്കി. ആ ഗ്യാപ്പിൽ രക്ഷപ്പെട്ട്. അയ്യോ, അപ്പൊ പല്ലിയുടെ ബാക്കിയകത്ത് പോയാ സത്യം പറഞ്ഞ അങ്ങനെ ആക്കിയപ്പോ രക്ഷപ്പെടുവല്ലേ? അല്ലാതെ. ഓ, അപ്പൊ അത് കൊള്ളാം കേട്ടാ. പിന്നെ പറ. നീങ്ങോട്ട് വാ. എന്ത്? ഞാനൊരു കാര്യം പറയാം. ഞാൻ അതുവഴി പറന്നു വന്നപ്പോഴേ നമ്മുടെ കുട്ടിയകലും എലീനയും കൂടെ ഭയങ്കര കുശുകുശുപ്പു പറയണതാണ്. സ്ഥിരമാണ്, പറഞ്ഞു. ഇരുന്നിട്ടേ ഞാൻ അതുവഴി പോയപ്പോ ഇവര് പറയില്ലേ, എലീനെ ഞാനും നീയും പറയുന്നത് ഒരു ഈച്ച പോലും അറിയരുത്. എന്നിട്ട് നിനക്ക് പറഞ്ഞത് വല്ലത് മനസ്സിലായ? അവൻ പറഞ്ഞത് അവന് തന്നെ മനസ്സിലാവൂലേ. പിന്നെ ശരിയാണ്. അല്ല, നിന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ്? അയ്യോ, എന്റെ പുറകെ ഉണ്ടായിരുന്നു. എന്റെ മണം പിടിച്ചോണ്ട് വരി തെറ്റിപ്പോയെന്ന് തോന്നുന്നു കേട്ടാ. വഴി തെറ്റിപ്പോയെന്നല്ലേ പറയേണ്ടത്? അത് മനുഷ്യർക്ക്, നമുക്ക് വരി തെറ്റിപ്പോണത്. ആന്റപ്പൻ ചേട്ടാ, ആന്റപ്പൻ ചേട്ടാ. എന്തോ എടേ ദോ വരണ്ട് പഞ്ചസാരയും പൊക്കി പിടിച്ചോണ്ട്. എടി ആന്റമ്മേ, നീയല്ലേ പറഞ്ഞ ഞാൻ ഒരു ജോലിക്കും കുലിക്കും പോകണം. കുടുംബത്തിന് ഒരാഴ്ച തിന്നാനുള്ള പഞ്ചസാരയുണ്ട്, കൊണ്ടുപോയി തിന്നി. ഇനി നീ ഞായറാഴ്ച ഉറുമ്പ് കൂട്ടത്തിൽ പോയി ഞാൻ കുടുംബത്തിന് ചെലവ് തരുന്നെല്ലാം പറയുന്നു. നിങ്ങൾക്ക് എന്താണ് ഒരു കറക്കം, ഒരാട്ടം? അത് ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു ആട്ടമൊക്കെ വേണം. അതല്ല, എന്തോ ഉണ്ട്. സത്യം പറ, നിങ്ങൾക്ക് എന്തോ നാട്ടം? എനിക്കൊരാട്ടമില്ല. നിങ്ങൾ കുടിച്ചില്ലേ? പിന്നെ ഞാനും പച്ച വീട്ടിലും ഉറുമ്പും എല്ലാം കൂടെ ചേർന്നിട്ട് വൈറ്റിലെ ബിവറേജ് പോയി ക്യൂ നിന്നൊരു സാധനം എടുത്ത് അടിച്ച് പോകാൻ. സത്യം പറ, നിങ്ങൾ എന്ത് ചെയ്തെന്ന് നോക്ക്. ഇത് ചേട്ടാ, ഓ വീഞ്ഞടിച്ചു വീഞ്ഞു കുടിച്ചവൻ. സത്യം പറ. അതെ സംഭവം. ഞാൻ ഈ ടേബിളിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവായിരുന്നേ. അപ്പോഴാണെങ്കിൽ ഇതുകൊണ്ട് ആ ഇരിക്കണ വീഞ്ഞൂപ്പില്ലേ, അതിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച്
ഒരു തുള്ളി ടേബിളിൽ വീണപ്പോ ഞാനൊന്ന് രുചിച്ചു നോക്കിയപ്പോ കൊള്ളാടി നല്ല രുചി. ഞാൻ ആ തുള്ളിക്കകത്ത് കിടന്നങ്ങ് ആറാടി. ഞാനൊരു വീരനുറുമ്പ, നാട്ടാർ വിളിക്കും കുറുമ്പ. ഞാനൊരു വീരനുറുമ്പ, നാട്ടാർ വിളിക്കും കുറുമ്പ. വീടൊരു പാടവരമ്പ, എന്റെ കയ്യിൽ മുഴുവൻ കുറുമ്പ. വീടൊരു പാടവരമ്പ, എന്റെ കയ്യിൽ മുഴുവൻ കുറുമ്പ. ഞാനൊരു വീരൻ. നിങ്ങൾക്കല്ലെങ്കിലേ ഇത്തിരി കുറുമ്പ് കൂടുന്നുണ്ട്. എടി ആന്റമ്മേ, നോക്കടി കേക്കിന്റെ മേളിലൊരു ചെറി. കേക്കിന്റെ മേളിൽ ചെറിയല്ലാതെ പിന്നെ കറി വെച്ച് വെക്കാൻ പറ്റുമോ? അയ്യോ നീ ചൊറിയല്ലേ കൂടുതൽ. ഉച്ച മുതൽ പാദം വരെ ഷുഗറും പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ. നിനക്ക് ഷുഗർ ഉണ്ടാ? നിനക്ക് ഷുഗർ ഉണ്ടാടാ? ഷുഗർ ഉണ്ടാന്ന് ആര് കാരണം? എവളുള്ള കുടുംബക്കാരും കാരണം. കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ നോക്കുമ്പോ ഒരു 7-7:30 മണിയായപ്പോ ഒരു നിലവിളി, ഓടിവായോ ഇവിടത്തെ ചേച്ചി അടുക്കളയിൽ പഞ്ചാര പാത്രത്തിന്റെ അടപ്പടച്ചില്ലെന്ന്. ഒന്നും നോക്കില്ല, ഉറങ്ങിയ പാതി ഉറങ്ങാത്ത പാതി ഞാൻ ഇവരെ പുറകെ മണപ്പിച്ചു പോയി. എന്നാ നേരെ പോവെങ്കിൽ എന്ത് ഇങ്ങനെ പോകുള്ളൂ. അങ്ങനെ പോണത് എന്തെങ്കിലും ഒരു സാധനത്തിൽ കണ്ട അതിന്റെ മണ്ടേ കൂടെ കയറി പോകില്ല, സൈഡ് കൊടുത്ത് ഇങ്ങനെ പോകുള്ളൂ. പോയി അലമാരെ കൂടെ ഒക്കെ വലിഞ്ഞു കയറി പാത്രത്തിന്റെ അടപ്പൊക്കെ തുറന്ന് അതിനകത്ത് ഇറങ്ങിയപ്പം അടുത്ത നിലവിളി, ഓടി വരണേ ചേച്ചി പഞ്ചാര പാത്രം അടയ്ക്കാൻ പറയണേ. എവളുമാരെല്ലാം രക്ഷപ്പെട്ട്. ഞാൻ പഞ്ചാരയിൽ മയങ്ങി കിടക്കുവായിരുന്നു. ചേച്ചി വന്ന് പാത്രം അടച്ചു. ഒരാഴ്ചയാണ് അതിനകത്ത് മരണക്കിണറിൽ കിടന്ന് കറങ്ങണം. വിശക്കുമ്പോ പഞ്ചാര വാരി തിന്നും. മനുഷ്യനെന്തെങ്കിലും കഴിക്കട്ടെ. ഇങ്ങനെ പഞ്ചാര വാരി തിന്നാ എനിക്ക് പിന്നെ ഷുഗർ അല്ലാണ്ട് പിന്നെ വേറെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അല്ല വേറെ കേസുണ്ട്. ഇവൻ കയറി പഞ്ചസാര പാട്ടയില്ലേ, ഞാൻ നോക്കിയപ്പം മലം നടിച്ച് കിടക്കണം. അത് വേറൊന്നുമല്ല, ഷുഗർ കുറഞ്ഞത്. ഷുഗർ കുറഞ്ഞ ഷുഗർ കുറഞ്ഞാണ് ഇങ്ങനെ മറിഞ്ഞു കിടക്കണത്. അതിപ്പോ നാളെ ചേച്ചി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ച് നിറയ്ക്കുമ്പോ ശരിയായി. കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ചേച്ചിയുടെ അടുത്ത് വേറൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ ഉറുമ്പുകളെല്ലാം കൂടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു സമരം നടത്താൻ പോവുകയാണ്. എന്തിന്? ഈ പഞ്ചസാരയുടെ ഉപ്പിന്റെയും കളർ മാറ്റണം. രണ്ട് കളറാക്കണം. ഭയങ്കര കൺഫ്യൂഷൻ എന്നേ. സത്യമാണ്. പഞ്ചസാര പൊടിച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഏതാ പഞ്ചസാര എന്ന് അറിയാൻ പറ്റും. കഷ്ടപ്പെട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് ചമ്മി പോണത്. ഭയങ്കര പ്രശ്നമല്ലേ? വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് സമരം ചെയ്തോ. എന്റെ ചേട്ടനുണ്ട്, കാര്യങ്ങളൊക്കെ മണിയടിച്ച് നേടിത്തരും. അതെന്ത്? എന്റെ ചേട്ടനുണ്ടെന്ന് കാര്യങ്ങളൊക്കെ മണിയടിച്ച് മണിയെ നേടിത്തരുമെന്ന്. അതാരേ? മണിയനീച്ച വന്നാടാ. നീ കോമഡി മാസ്റ്റേഴ്സിന്റെ ഗ്രൂമിംഗ് നടക്കുന്നതിന്റെ അതുവഴി അങ്ങനെ പറഞ്ഞായിരുന്നാ? ഓ, രതീഷ് കലർ റൂമിന്റെ സൈഡിൽ കൂടെ പോയി. ഇല്ല, അങ്ങേരുടെ തെറിഞ്ഞ കോമഡിയും കൊണ്ട് വന്നേക്കണല്ലേ. കഷ്ടം തന്നെ. നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. അടുത്ത ആഴ്ച ഞാൻ ഇവിടെ കാണൂല. എവിടെ പോണു? ഞങ്ങളുടെ സിനിമ റീ റിലീസ് ചെയ്യാൻ പോവാണ്. റീറിലീസ് ചെയ്യുന്നു. നീ അങ്ങനെ കൂടുതൽ ഷൈൻ ചെയ്യണ്ട. ഞങ്ങൾക്ക് സിനിമയുണ്ട്, ഉറുമ്പുകൾ ഉറങ്ങാറില്ല. അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ വീണ്ടും റീ റിലീസ് ചെയ്യുന്നു, ഹിറ്റ് അടിക്കുന്നു, വീണ്ടും ഹിറ്റ് അടിച്ച് കേറുന്നു. ആരോ ഹിറ്റ് അടിക്കുന്നു. എടാ പാറ്റേ, ഞാൻ പറഞ്ഞ എന്റെ സിനിമയില്ലേ ഹിറ്റ് അടിക്കാൻ പോണെന്നാണ്. എന്തായാലും ഹിറ്റ് കേട്ടാ എനിക്ക് പേടിയാ. ഹിറ്റ് കേട്ടാ അപ്പൊ എനിക്ക് പേടിയാവും. എന്ന് കേട്ടാ മാത്രമല്ല, ഇവന് സ്കിറ്റ് എന്ന് കേട്ടാലേ പേടിയാണ്. ഇങ്ങോട്ട് വാ. നിന്റെ പേരിൽ സിനിമ ഉണ്ടാടാ? എന്റെ പേരിൽ എന്തെങ്കിലും സിനിമ ഉണ്ടാ? ഇല്ല. ഇല്ലല്ല, പിന്നെ കൂടുതൽ നിങ്ങളിക്കില്ല കേട്ടോ. അല്ലല്ല, സിനിമ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്തുള്ള മനുഷ്യന്മാരുടെ എല്ലാ മൊബൈലിലെ രഹസ്യങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന ഞാനാ. അതെങ്ങനെ? കേട്ടിട്ടില്ലേ? ഇല്ല. പാറ്റേൺ ലോക്ക്. പാറ്റിയില്ലേ? കോമഡി. ഞാൻ കൂറയല്ലേ, പിന്നെ കൂറ അടിക്കുന്നത് കൂറ കോമഡിയല്ലേ? പിന്നെ നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു സാധനം എനിക്കുണ്ട്. അതെന്തോ സാധനം? പാറ്റ ഗുളിക. നിങ്ങളെ പേരിൽ ഗുളികയുണ്ടാ? ക്രോക്കോച്ചായ, എടാ ഞാൻ ഇന്നലെ ഗ്യാസിന്റെ അടിയിലുള്ള നിന്റെ ഫ്ലാറ്റ് വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. അത് നീ എന്തിനാ എന്നെ കാണാൻ വന്നത് അവിടെ? അല്ല, നിന്റെ ഒരു അപ്പം വയ്യാണ്ട് കിടക്കുമല്ലേ, തത്താന്നറിയാൻ വന്നതാ. ഉറുമ്പരിച്ചിട്ട് കൊതിയാവണം. എടാ അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ഗ്യാസും കുറ്റിന്റെ അടിയിൽ എന്റെ ഫ്ലാറ്റില് ഒരു ആൺപല്ലിയും ഒരു പെൺപല്ലിയും വന്ന്. എന്നിട്ട് ഞങ്ങള് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന പാറ്റകളല്ലേ. ആൺപല്ലിയും പെൺപല്ലിയും എപ്പോ നോക്കിയാലും ചിലക്ക് കാണാ കിസ് അടിക്കാന്ന് ആർക്കറിയാം. എന്റെ കുഞ്ഞി പാറ്റ മക്കളൊക്കെ അത് നോക്കി നിൽക്കുക. അതുകൊണ്ട് ഞാൻ ആ ഫ്ലാറ്റ് മാറി ഇപ്പൊ വാഷ് ബേസിന്റെ അടിയിലെ ഫ്ലാറ്റിലാണ് നിങ്ങളുടെ കുടുംബത്തില് കല്യാണം ഉണ്ടോ? ഉറുമ്പേ താണ്ട കുറെ ഉറുമ്പുകൾ മുഖത്ത് പൗഡർ ഇട്ടോണ്ട് പോണു. അയ്യോ, അത് പൗഡർ ഇട്ടോണ്ട്
പോണതല്ല. ഇവിടത്തെ അമ്മച്ചി ഉറുമ്പ് പൊടി ഇട്ടതാണ്, അരിപ്പൊടി എന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്തു. ഇവനും കൊണ്ട് ഓടണതാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാം. ഇപ്പോൾ ചെന്നാതാണ്ട് ആ സാധനത്തിൽ നിന്ന് ഒരു പീസെങ്കിലും കിട്ടും. താമസിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം തിരും. ഞാൻ പോവുകയാണ്. ഇപ്പൊ അത് തൊടാൻ പറ്റൂല. തൊടാൻ പറ്റാത്ത ഇന്ന് അത് വെറും കേക്ക് അല്ല, ഇന്ന് അത് ക്രിസ്മസ് കേക്കാണ്. അതുകൊണ്ട് അതിന് ഒരു തുണ്ട് പോലും തൊടാൻ ഞാൻ സമ്മതിക്കൂല. എനക്കെന്ത് പെട്ടെന്നൊരു മനംമാറ്റം വന്ന്. അവരത് ആദ്യം അത് വെട്ടി കഴിക്കട്ടെ. അതിന്റെ ബാലൻസ് വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിന്നാം. ഓ നന്മമരമേ, ഈ മനുഷ്യന്മാരില്ലേ നമ്മളെ ഒരു വിരൽ വെച്ച് അരച്ചാണ് കൊല്ലണത്. അതുകൊണ്ട് അവരോട് എനിക്ക് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ പോവും, കഴിക്കും, വരണവർക്ക് വരാം. അതൊക്കെ പോയി പിന്നെ തിന്നാന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ ആ ചേച്ചി വരണം, ആ ചേച്ചി വരണം. എനിക്ക് ഓടാൻ പറ്റില്ല. എനിക്ക് മലന്ന് വീണ് കഴിഞ്ഞാ ഒറ്റക്ക് നേരെ വെക്കാൻ പറ്റൂല. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ആന്റമ്മേ, ഈച്ചപ്പ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാ ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഇവ ഇവിടെ കിടന്ന് ചാവും. പെട്ടെന്ന് പെട്ടെന്ന് പിടിക്ക് 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 പിടി 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 പിടി. ആഹാ, രക്ഷിച്ചപ്പടിച്ചെന്ന് ഭരതനാട്യം കളിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പറയാൻ കാരണം അല്ല, ക്രിസ്മസ് ഒക്കെ ഒരു വചനം ഇരിക്കട്ടെ. ഇപ്പൊ രക്ഷപ്പെട്ട സ്ഥിതിക്ക് അപ്പൊ നമുക്ക് നാളെ കാണാം അല്ലേ? അയ്യോ, നാളെ കാണാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇവിടെ ഉറുമ്പ് പൊടിയും ഹിറ്റൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ചിലപ്പോ മരിച്ചു പോയാലാ. അതുകൊണ്ടേ നമുക്കൊരു ഹാപ്പി ക്രിസ്മസ് അങ്ങ് പറഞ്ഞാലാ. പറയാം പറയാം പറയാം. എന്നാ പറയാം. ഹാപ്പി ചേച്ചി, ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ്, അതായത് സാധാരണ സ്കിറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വന്ന് സംസാരിക്കുമ്പം എന്താണ് വരാൻ പോണ സ്കിറ്റ് എന്ന് സാറിന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും പറയുന്നില്ല. കാര്യം ഇതിൽ കുറെ സംഭവങ്ങളുണ്ട്. ഇനി നിങ്ങളോടാണ്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരുപാട് മുത്തുകളുടെയും പവിഴങ്ങളുടെയും പെർഫോമൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അത്തരത്തില് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 3 മുത്തുകളുടെ പെർഫോമൻസ് കൂടി കണ്ടാലേ നിങ്ങളിത് മൊത്തം പൂർണ്ണമായി കണ്ടു കഴിയൂ. അങ്ങനത്തെ 3 മുത്തുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശരത്ത്, ഷൈൻ ആൻഡ് ഐശ്വര്യ. ബാറ്ററി ഒന്ന് ഓണാക്കി തേച്ച്. ബാറ്ററി ഓൺ. ഇനി നിങ്ങൾ കൈയടിച്ചൊന്ന് ഓണാവൂ. അപ്പൊ നമുക്ക് വിളിക്കാം ശരത്ത്, ഷൈൻ, ഐശ്വര്യ. എന്റെ ചേച്ചി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വീട്ടിലെ സകലമാന പണിയെടുത്ത് നട്ടലിന്റെ ഡിസ്കൂരി പോയി എന്റെ ഭർത്താവിന്റെ. അതുകൊണ്ടേ ഇനി ആ വണ്ടി ഇവിടെ ഓടണമെങ്കിൽ മിനിമം ഒരു ബെൽറ്റ് എങ്കിലും വാങ്ങിച്ചിട്ടേ പറ്റൂ. അല്ല അഞ്ചനി മോളെ, ഈ ബെൽറ്റ് ഇടാൻ നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ കാർഡ് എടുക്കോ? എടുക്കൂല. എടുക്കത്തില്ലേ? ഈ പാവങ്ങൾ എന്തോ ചെയ്യും മനുഷ്യൻ. നിങ്ങോട്ട് വരട്ടെ. ഞാൻ രാവിലെ എണീച്ച് തുറപ്പെടുത്ത് കൈ കൊടുക്കുമെന്ന് അറിയാവുന്നോണ്ട് ഇവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. കുണുക്കു പെൺമണിയേ നുണുക്കു വിദ്യകളാ പോലെ എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഈ വെളുപ്പം കാലത്ത് എവിടെ എണീച്ച് പോയി മനുഷ്യ? ഞാൻ ഓടാൻ പോയതല്ലേ? വെളുപ്പിനെ എണീച്ച് ഓടാൻ പോവാൻ നിങ്ങളൊന്ന് ടിപ്പറാ. ശരീരം വീർക്കാൻ വേണ്ടി പോയതാ. ശരീരം വീർക്കാനാണെങ്കിൽ ഈ പെരക്കകത്ത് കിടക്കുന്ന തടി എടുത്ത് വെട്ടിക്കീറി ഇട്ടാ പോരെ? അയ്യോ, അത് പറ്റത്തില്ല. ഇന്നലെ ഞാൻ പനിയായിട്ട് ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് അറിയാമോ? എന്തോന്ന്? തടി അനക്കരുതെന്ന് പോലും. അതുകൊണ്ടായിരിക്കും അടുക്കളയിൽ ചോറും പാത്രം ഒക്കെ എടുത്ത് അലമാരി വെച്ച് പൂട്ടി വെച്ചത്. അതും ഡോക്ടർ എന്നോട് പറഞ്ഞു ആഹാരം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, ആഹാരം ശ്രദ്ധിച്ചു വെക്കണമെന്നല്ല, പിന്നെ നിങ്ങൾ തടി കുറയ്ക്കണോന്ന്. തടി കുറയ്ക്കാൻ ഞാൻ അടി ചെതലാണ്. എന്റെ പൊന്നു മനുഷ്യ, ഫാറ്റ് കുറയ്ക്കണോന്ന്. അതാകുമ്പോ റെഗുലേറ്ററെ പിടിച്ച് തിരിച്ചാ പോരെ. ഫാറ്റ് കുറയ്ക്കണോന്നല്ല, നിങ്ങൾ വണ്ണം കുറയ്ക്കണോന്ന്. അതിന് ഞാനിപ്പോ എന്താ ചെയ്യാൻ പറ്റും? പാർപ്പി തിന്നണ മാറ്റിട്ട് പ്ലേറ്റിൽ തിന്നാ മതി. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളും ഈ വീട്ടിലെ ക്ലോക്കിലെ സൂചിയും ഒരുപോലാണ്. അതെന്താടി? 24 മണിക്കൂർ ഈ വീട്ടിൽ തന്നെ നിന്ന് കറങ്ങുമല്ലേ. ക്ലോക്കിലെ സൂചിയെ കുറ്റം പറയാൻ പറ്റൂല, അത് കറങ്ങെങ്കിലും ചെയ്യുന്നുണ്ടല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ നീ ക്ലോക്ക് ആക്കിയില്ലേ? അങ്ങനാണെങ്കിൽ നിന്റെ ആങ്ങള ഏണിയും പാമ്പിനകത്ത പാമ്പല്ലേടി?
അവൻ എപ്പോഴും പോയി ആഹാരം കഴിക്കും, നേരെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടിപ്പോകും. വീണ്ടും ആഹാരം കഴിക്കും, എങ്ങോട്ടെങ്കിലൊക്കെ ഇളങ്ങി പോകും. മനുഷ്യ എന്റെ കുടുംബക്കാരോ എല്ലാം പറഞ്ഞോണ്ടല്ലോ, ഒരൊറ്റ ഒപ്പം കിട്ടു കൊടുത്താൽ മതി. ആ ഇരിക്കുന്ന മെഡിക്കൽ കോളേജിലെ പിള്ളേരാണ് നിങ്ങളെ ബോഡി പഠിക്കാൻ കൊണ്ട് ഇതിന്റെ അച്ഛനെ കൊണ്ട് കൊടുക്കണേ. കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, പഴയ സിലബസ് അത്. മനുഷ്യ എന്റെ അച്ഛനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. അച്ഛനെ പറ്റി പറഞ്ഞപ്പോ അവർക്ക് 100 നാവ്. 1000 നാക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കല്ലുകടി തന്നല്ല. എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ എന്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുന്നവളാണ്. അമ്മയെ കൊല്ലാൻ കൂട്ടുന്നെന്നാ എന്തോന്ന് മനുഷ്യ ഈ പറയണത്? കഴിഞ്ഞ ദിവസം അവൻ എന്നോട് വന്ന് പറഞ്ഞു, മോനെ വിഷം മേടിക്കാൻ പോലും കാശില്ലെന്ന് പറഞ്ഞു. നീ എന്തോന്നാടി ചെയ്തത്? ഞാനൊരു 500 എടുത്തങ്ങ് കൈ വാങ്ങണെങ്കി വാങ്ങട്ടെന്ന്. നിനക്ക് പണ്ടത്തെ കൂട്ട് എന്നോട് ഒരു സ്നേഹവും ഇല്ല, അറിയാമോ? സ്നേഹത്തിന്റെ കാര്യം എന്റെ അടുത്ത് പറയല്ലേ. കല്യാണം കഴിഞ്ഞ് പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ പേയാൻ പാർക്കിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് ആ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്ത മനുഷ്യനാണ്. പാർക്കുണ്ടോ? പാർക്ക് വേറെ സംഭവം പറയണോ? ആദ്യ രാത്രിയിൽ ഇങ്ങനെ എന്റെ അടുത്ത് കാണിച്ചെന്തരാണെന്ന് അറിയാമോ? അത് നീ പറയരുത്. ഞാൻ പറയും. വെറുതെ റേറ്റിംഗ് കൂട്ടി കൊടുക്കരുത് നീ. പറയും. ആദ്യ രാത്രിയിൽ എന്നെ കട്ടിലിരുത്തിയിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് വന്ന്, എന്നിട്ട് ആ കട്ടിനടിയിൽ കയറി കിടന്നോണ്ട് ഇങ്ങനെ എന്നോട് പറയുവാ, അതും വീഡിയോ കോൾ വിളിച്ചോണ്ട്, എ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നീ പേടിച്ചായിരുന്നോ? പേടിക്കാൻ വേണ്ടിട്ട് ഒന്നും ഇല്ലായിരുന്നല്ലോ. എനിക്ക് നിങ്ങളുടെ അടുത്ത് കിടന്ന് അടി ഉണ്ടാക്കാൻ വയ്യ. നിങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? പറയട്ടാ? രമ വിളിച്ചു പറഞ്ഞേ എന്നെ തെരഞ്ഞെടുത്തെന്ന്. തെരഞ്ഞെടുക്കാൻ നീ എന്നെ നറുക്കെടുപ്പിലെ ലക്കി കൂപ്പണാന്നോ നീ? രമ ഈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ തെരഞ്ഞെടുത്തെന്ന്. അയ്യോ, അങ്ങനാണെങ്കിൽ ഈ പഞ്ചായത്ത് മൊത്തം നമുക്ക് ഈ വാർത്ത പരത്തണം. പതുക്കെ പറ മനുഷ്യ. എന്താടി? ഇലക്ഷൻ കഴിയുന്നത് വരെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണ വിവരം ഒരു മനുഷ്യനറിയരുത്. അതെന്ത്? മൊത്തം അസൂയ കൂട്ടങ്ങളാണ്. അങ്ങനാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് തമിഴ്നാട്ടിൽ പോയാലോ? തമിഴ്നാട്ടിലൊന്നും പോണ്ട. പക്ഷെ എനിക്കിപ്പോ അതല്ല പേടി. പിന്നെന്ത്? ഇനി എങ്ങാനും ഞാൻ ജയിച്ചാ എന്നെ ആരെങ്കിലും പിറകിന്ന് ചരട് വലിക്കോന്നൊരു പേടി. പിറകിന്ന് ചരട് വലിക്കാൻ നീ എന്നാടി ഈ ബാങ്കിൽ കെട്ടിട്ടേക്കുന്ന പേനയാണ്? ഇനി നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറയൂല. അങ്ങനാണെങ്കിൽ സന്തോഷം തരുന്നൊരു വർത്തമാനം ഞാൻ പറയട്ടെ. എന്തോന്ന്? ഈ ക്രിസ്മസിന് ഞാനാണ് സാന്താ ക്ലോസ്. അതല്ല സന്തോഷ് ക്ലോസ്. ഓ അല്ലല്ല സന്തോഷ് ട്രോഫി. ഓ മറ്റേ ഡിസംബറിലൊക്കെ വരുമല്ല. ഓ മഞ്ഞ് അച്ഛന്റെ തല മറ്റേ ഇങ്ങനെ പഞ്ഞയൊക്കെ വെച്ചിട്ട് ഒരാൾ വരുമല്ല. ഓ സാന്താ ക്ലോസ്. അതാണ് ഞാൻ. എന്ത് കണ്ടിട്ടാണ്? എന്റെ കഴിവ് കണ്ടിട്ട്. കഴിവാ? ഞാൻ കാണാത്ത കഴിവാ. നീ അങ്ങനെ പറയരുത്. എന്റെ കഴിവിനെ കുറിച്ച് നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. പിന്നെ കാണിച്ചു തരട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് വന്നല്ലോ, സ്റ്റാർ തൂക്കിയല്ലോ. ആ ക്രിസ്മസ് വന്നല്ലോ, സ്റ്റാർ തൂക്കിയല്ലോ. ആ സ്റ്റാർ തൂക്കിയല്ലോ, ഉണ്ണി പിറന്നല്ലോ. ആ സ്റ്റാർ തൂക്കിയല്ലോ, ആ ഉണ്ണി പിറന്നല്ലോ. ആ കേക്ക് ദാ, ആ കേക്ക് ദാ. ഒറ്റ വീക്ക് അങ്ങ് തരും. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ പപ്പ വേഷം കെട്ടല്ലേ? നമ്മളെ പിള്ളേർക്ക് പപ്പ ഇല്ലാതാവും. അതുകൊണ്ട് സ്നേഹമുള്ളോണ്ട് ഞാൻ ഒരു കാര്യം അങ്ങ് പറയാം. ഞാൻ സ്റ്റാർ മേടിക്കാൻ പറഞ്ഞായിരുന്നു. ആ സ്റ്റാർ എടുത്ത് ഈ വീട്ടിന്റെ മണ്ടേ കെട്ട്. സ്റ്റാർ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു സംശയം, ഈ സ്റ്റാർ തൂക്കിക്കഴിഞ്ഞാലേ നമ്മുടെ വീട് ഈ സ്റ്റാറിൽ മുങ്ങിപ്പോവാന്നാണ് ഇപ്പൊ എന്റെ പേടി. പക്ഷെ കുഴപ്പമില്ല, ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട് വേറൊരു വീടായിരിക്കും. ശരിയാണ്. അയ്യോ എന്റെ വീട് തകർത്തേ, എന്റെ വീട് തകർത്തേ. അയ്യോ ഏതോ ദുഷ്ടന്മാർ എന്റെ വീട് തകർത്തേ. അണ്ണാ നമ്മളെ വീട് പോയണ്ണ. എന്റെ അണ്ണൻ ഇനി എവിടെ എന്റെ തുണി കഴിവും, എവിടെ ഇരുന്ന് എന്റെ പാത്രം തേക്കും? അണ്ണാ നിങ്ങൾ തണ്ണ ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കണത് എന്തോന്നണ്ണ നിങ്ങൾ ആലോചിക്കണം, പറ. ഈ സ്റ്റാർ ഞാൻ ഇനി എവിടെ കൊണ്ട് അതാണോ ഇവിടത്തെ പ്രശ്നം? അതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണോ? നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണോ? നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഞാൻ ഈ ഹെലികോപ്റ്റർ ഓടിച്ചോണ്ട് വരുന്ന വഴിയിൽ കൊണ്ട് വീട് വെച്ചത് ഏതവനാ? പറ ഏതവനാ? ചേട്ടനൊന്ന് ചോദിച്ചൂടെ? ചേച്ചിക്കൊന്ന് ചോദിച്ചൂടെ? ഇങ്ങോട്ട് വാടാ, ഇവിടെ ഇങ്ങോട്ട് വാടാ. എടാ നീ എന്തോന്നടാ ഈ കാണിച്ചത്? എടാ എന്തോന്നടാ ഇത് കാണിച്ചെന്ന്? ഇത്രയും കണ്ടിട്ട് ചേച്ചിക്ക് മനസ്സിലായില്ലേ? ചേച്ചിയുടെ കണ്ണിൽ എന്തോ കുരുവാന്ന് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ ആറ്റുനോട്ടുണ്ടാക്കി എന്റെ കിളിക്കൂടാടാ നീ തകർത്തത്. കിളിക്കൂടായിരുന്നു, കിളിക്കൂടായിരുന്നു.
സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി ചേച്ചി. അയ്യോ ഞാൻ വിചാരിച്ചു ഏതോ വീട് ഇടിച്ച് പൊളിച്ചിട്ടേക്കോ. 4 ചീനിക്കമ്പ് കൊണ്ടുവരാമെങ്കിൽ കിടുക്കാൻ ഒരു കിളിക്കൂട് ഞാൻ ഇവിടെ പണി വെക്കും. കിളിക്കൂടല്ല, എന്റെ വീട്ടിന്റെ പേരാ കിളിക്കൂട്. എന്റെ പൊന്നണ്ണ പഴം വിഴുങ്ങി കണക്ക് നിക്കാതെ പോ ചോദ്യര്. ഞാൻ ചോദിക്കാം പോയാവൻ ഇങ്ങോട്ട് വേണം. ആരോട് ചോദിച്ചിട്ടാടാ ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ? ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ വ്യക്തമായില്ല. ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ കൂള സമാധാനം. ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ ഞാൻ പറഞ്ഞോളാം. എലീനെ പഠിക്കണം. ഞാൻ പറയട്ടെന്നാ പറയുന്നു. ഈ ഹെലികോപ്റ്റർ ടെക്കട്ടോ ഈ ഹെലികോപ്റ്റർ ഈ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വന്നില്ല. നമുക്ക് ഈ വിഷയം അവിടെ വിട്ടാലോ? നമുക്ക് എന്നിട്ട് വല്ല വാടക വീട്ടിൽ പോയി താമസിച്ചാലോ? എടാ മര്യാദക്ക് എന്റെ വീട് ശരിയാക്കിയിട്ട് നിന്റെ ഈ മാട്ട വണ്ടി കൊണ്ട് ഇവിടുന്ന് പൊക്കോളാം. എന്തോ വണ്ടിയാന്നാ പറഞ്ഞേ? നിന്റെ മാട്ട വണ്ടി കൊണ്ട് ഇവിടുന്ന് പൊക്കോളാം. ഇത് മാട്ടയോ? ചേച്ചിക്ക് അറിയാവോ ഇതെന്താന്ന്? ഇതെന്റെ ചോറാണ് ചേച്ചി. ഇത്രയും ചോറ് കയ്യിലുള്ള നിനക്ക് അത് വിളമ്പാൻ ഒരു പ്ലേറ്റ് വാങ്ങിച്ചൂടേടാ. എന്റെ വീട്ടിന്റെ മണ്ട കൊണ്ട് നട നീ ചോറ് വിളമ്പണത്. അയ്യോ അതെന്റെ ഷുട്ടുമണിയാണ്. എന്റെ ഹെലികോപ്റ്ററിനെ ഞാൻ സ്നേഹം കൂടുമ്പോഴും അല്ലാതെയും ഷുട്ടുമണി എന്നാ പേരിട്ടേക്കുന്നത്. ഈ ഷുട്ടുമണി എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ? ഞാൻ വിശന്നപ്പോ എന്നെ ഊട്ടി. താഴ്ചപ്പന്തൊരു കൊടക്കനല്ല. എന്റെ ഈ തടി ഉണ്ടല്ലോ, ഈ തടി ഈ ഷുട്ടുമണി ഉണ്ടാക്കി തന്നതാ. അവന്റെ ഒരു തടി അണ്ണാ പിടിച്ചു മാറ്റണ്ണ. അയ്യോ അത് പറ്റത്തില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തടി അനക്കല്ലെന്ന്. നിനക്ക് ആ ഹെലികോപ്റ്റർ ഉണ്ടെന്ന് ഇങ്ങനെ ഇടിച്ചു വിടായിരുന്നാടാ. അയ്യോ അത്രയും കറക്റ്റായിട്ട് എനിക്ക് ഓടിക്കാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ട് ഇടിക്കുമായിരുന്നു. നിനക്ക് ഓട്ടിക്കാൻ അറിഞ്ഞൂടെ? ഞാൻ പകരക്കാരനായിട്ട് വന്നേ. പറത്തറിഞ്ഞൂടത്ത നീയാ? പറത്താൻ അറിയത്തില്ലെന്നോ എനിക്കോ? ഞാൻ പറപ്പിക്കുന്ന കണ്ടിട്ട് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്തോ പറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ഷുട്ടുമണിക്കൊന്നും സംഭവിക്കരുത്. അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ പെണ്ണുമ്പിള്ളക്ക് എന്റെ ഷുട്ടുമണി. ഞാൻ അറിയിക്കാം. ഇങ്ങോട്ട് വന്നേ. ഈ സാധനം ഉണ്ടല്ലോ. ഏത് സാധനമാണ്? ഈ കിടക്കുന്ന സാധനം. എന്റെ പേര് പറഞ്ഞു. ഈ പെരമണ്ട കിടക്കുന്ന സാധനം. എടി ഈ പെരമണ്ട കിടക്കുന്ന സാധനം ഇല്ലടാ. പേരില്ല. ഇത് എന്ത് കണ്ണു കാണത്തില്ലടാ നിനക്ക്? പേര് പറയാം. വലിയ തുമ്പി. എന്തിനാടാ ഇത് ഇവിടെ കൊണ്ടിട്ടത്? സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടതല്ല. പിന്നെ ഞാൻ അപ്പുറത്ത് നമ്മുടെ രമണന്റെ പറമ്പുണ്ടല്ലോ, തോട്ടം, അവിടെ തുരിശടിക്കാൻ വന്നതാ. ഇതാണാടാ അതിന്റെ രമണന്റെ പറമ്പ്? അയ്യോ പറമ്പ് അല്ല, ഇവിടെ വന്നപ്പോ ഞാൻ രമണാണന്റെ വീട് മറന്നുപോയി. അപ്പൊ ഇവിടെ സൈഡ് വാരം വന്ന് ചോദിക്കാന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് അടിപ്പിച്ചുകൊണ്ട് വന്നു. ഏടാ ഇത് നീ നേരത്തെ പറയണ്ടോ? വഴി തെറ്റി വന്നതാ. ഞാൻ കാണിച്ചത് താണ്ട് ആ വളവ് കണ്ടോ? ആ വളവ് വഴിക്ക് 4ാമത്തെ വീടാണ് ഈ വീട്. പൊക്കോ അവര് അബദ്ധം പറ്റിയതാണ്. വന്നവനും കണക്ക് ഇവിടെ നിന്നവനും കണക്ക്. മര്യാദ ഈ സാരി വീട്ടിന്റെ മണ്ടെന്ന് കൊണ്ടുവെക്കോ, അല്ലാതെ നിന്നെ ഞാൻ ഇവിടെ വിടത്തില്ല. ഒരു മിനിറ്റ് നിക്കേ, ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നു. പോയി പിടിയണം അവനാ. ഹലോ ആണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി ശരി ആ ശരി വയ്ക്കുവാണേ. അണ്ണാ നീ നിന്നാണ് ഇങ്ങോട്ട് വന്നു. അണ്ണാ കണ്ണം വിളിച്ച് ചിഹ്നം പറഞ്ഞ എന്തുവാണെന്ന് അറിയാമോ? എന്തുവാ ചിഹ്നം? ഹെലികോപ്റ്റർ. അയ്യോ ഞങ്ങളുടെ ചിഹ്നം ഹെലികോപ്റ്റർ. ഞങ്ങളുടെ ചിഹ്നം ഹെലികോപ്റ്റർ. ഞങ്ങളുടെ ചിഹ്നം ഹെലികോപ്റ്റർ. ചേച്ചിക്ക് ഇപ്പൊ അത് ഉപകാരമായില്ലേ? ചേച്ചിയുടെ ചിഹ്നം എന്താ? എന്റെ ഷുട്ടുമണിയല്ലേ? ബാക്കിയുള്ള മത്സരാർത്ഥികള് 1 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്ത് പരസ്യം വെക്കുന്നതിനും മേളിലല്ലേ ഈ പരസ്യം? അത് ശരിയാടാ. പക്ഷെ ഒരു കാര്യമുണ്ട്. എനിക്കൊരു കാര്യം പറയാം. എന്താ? ഞാൻ എന്റെ സ്റ്റാർ ഇനി അവിടെ കൊണ്ട് തൂക്കും. എന്റെ പൊന്നണ്ണ, ചേച്ചി ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ചേച്ചി അല്ലേ സ്റ്റാർ? അതാണ്. ചേച്ചിയുള്ള വീട്ടിൽ ഇനി വേറെ സ്റ്റാറിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. എന്റെ ഷുട്ടുമണി. ചുറ്റുമണി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? ഇഷ്ടായി? ഒരുപാട് ചിരിച്ചു. ശ്വേത ചേച്ചി? മാസ് കിറ്റായിരുന്നു. സൂപ്പർ പെർഫോമൻസ്. 3 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഈ കുട്ടീന്റെ പറ്റി ഒന്നും പറയാനില്ല ഐശ്വര്യ. ആ എൻട്രി തൊട്ടിട്ട് അവസാനം വരെ യു ആർ ഫയർ. വെരി ഗുഡ്. ഞാനേ ഈ സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ ഇൻട്രോ പറയുമ്പോ ഞാൻ പറഞ്ഞ എന്താണ്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിലെ മുത്തുകളാണ് വരാൻ പോലെ പറഞ്ഞില്ലേ, അതുപോലെ അല്ല മുത്ത് കണക്കുള്ള ഒരു സ്കിറ്റ്. സീരിയസ് ആയിട്ട് അടിപൊളിയായിരുന്നു. സൂപ്പർ. അപ്പൊ എന്തായാലും ഷുട്ടുമണീനെ ബാറ്ററിക്ക് എത്രത്തോളം ഇഷ്ടമായെന്ന് നോക്കിയാലോ? എടാ ഷുട്ടുമണിയേ, പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചുരി ചുരി. ഇതാണ് പ്രതീക്ഷ
താമസിച്ചത്? അല്ല സത്യം, ഞങ്ങൾ ഒരുപാട് ശരിക്കും എല്ലാവരും നിതീഷ് ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും, കാരണം സത്യം പറഞ്ഞ ഉച്ചയ്ക്കാണ് ക്ലൈമാക്സ് ആയത്. പക്ഷേ നല്ല റിഹേഴ്സൽ ചെയ്ത പോലെയുള്ള ഒരു സുട്ടുമണി വീഴുന്ന സാധനല്ലേ, നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു. ബിക്കോസ് മീൻസ് ഒരു ടേക്ക് ഓഫ് ആയിരുന്നു, നിങ്ങളുടെ ക്ലൈമാക്സിനുള്ള ഒരു ടേക്ക് ഓഫ് ആയിരുന്നു. നല്ല ആ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ആ വിഷ്വൽ ട്രീറ്റ് വന്നപ്പോ നിങ്ങളുടെ സ്കിറ്റ് വേറെ ലെവലിൽ കയറി. അതാണ് ഉണ്ടായത്. ഷൈനെ, നിന്റെ ഭാര്യയ്ക്ക് മാത്രല്ല ഞങ്ങൾക്ക് നിന്റെ ശുട്ടുമണീനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെടുക്കുന്ന എഫേർട്ടും ഉണ്ട് ചേച്ചി. ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. അതായത് നമ്മുടെ ഐഷു ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മളെ ഗൂഗിൾ മെഡിക്കൽ കോളേജിന് ഹായ് പറയാൻ പറയും. നമ്മൾ ഹായ് പറയും. നമ്മൾ ചോദിക്കും അവർ ലീവ് തരാറുണ്ടോ, എല്ലാം ഓക്കെ ആണെന്ന് പറയും. പക്ഷേ നമ്മുടെ ഐഷു അവിടെ ഡബിൾ ഡ്യൂട്ടി എടുത്തിട്ടായിരിക്കും ലീവ് എടുത്ത് ഇവിടെ. ബിക്കോസ് ഐഷുവിനും അറിയാം അവിടെ ഒത്തിരി ദിവസം നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല, അല്ല അങ്ങനെ ലീവ് കിട്ടത്തില്ല ഒരു കമ്പനിയിലും. അതുകൊണ്ട് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ ഒരാൾക്ക് ലീവ് കൊടുക്കാന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്റ്റാഫുകളും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവർ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കും. അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിനേക്കാൾ ഒരു ഡബിൾ ഡ്യൂട്ടി എടുത്ത് അത്രയും അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഗ്രൂമിങ്ങിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയാണ് അത് അത്രയും ചെയ്യുന്നതെന്നുള്ളത് പറയുമ്പോഴുണ്ടല്ലോ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതാണ്. പക്ഷെ ഞാൻ ഐശ്വര്യനോട് ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൽക്കം ടു ഫിലിം ഇൻഡസ്ട്രി വെരി സൂൺ. സൂപ്പർ സൂപ്പർ. അതൊരു ഗോൾഡൻ വേർഡ് ആയിട്ട് തന്നെ നിൽക്കട്ടെ, ഉടൻ തന്നെ അത് സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ചേച്ചി ആ 50,000 rupees ഇട്ട് കൊടുത്തോളൂ. ബാങ്ക് ഓഫ് ബോംബെ ക്രെഡിറ്റിംഗ് 50,000 rupees. And Merry Christmas. സൂപ്പർ സൂപ്പർ സൂപ്പർ, വെൽ ഡൺ. അപ്പൊ ഇതുപോലെ തന്നെ ശക്തിയായിട്ട് മുന്നോട്ട് വരിക. ഒരുപാട് 50,000 രൂപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതിന്റെ ട്രീറ്റുകളൊക്കെ ഞങ്ങൾക്കും കിട്ടട്ടെ. ഓക്കെ. നമ്മുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ ഭയങ്കര തണുപ്പാന്ന് നമ്മൾ പറയേണ്ട ചേച്ചി. അത് കേട്ട് നമ്മുടെ വിഷ്ണുപ്രിയ അപ്പാപ്പനെയും അമ്മാമ്മേനെയും കൂട്ടിയിട്ട് അങ്ങ് ഊട്ടിയിൽ പോയേക്കാണ്. അതിനേക്കാളും തണുത്ത് ഉറഞ്ഞ് ക്രിസ്മസ് ഇപ്രാവശ്യം ആഘോഷിക്കണമെന്നാണ് വാശി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും പോവല്ലേ ഊട്ടിക്കൊക്കെ പോകാൻ, ഇപ്പൊ എന്താ ചെലവ്, പോണ വഴിക്ക് ഒരു കാര്യം ചെയ്യും, അവരെയും കൂട്ടി ഇതുവഴി അങ്ങ് വന്ന് ഒരു സ്കിറ്റും കളിച്ച് ആ പൈസ എടുത്ത് ഞങ്ങളെയും കൂട്ടി അങ്ങ് പോകും. അല്ലേ? ഞാൻ പറഞ്ഞത് ന്യായമല്ലേ ചേച്ചി? അങ്ങനെയാണെങ്കിലേ നമ്മുടെ വിഷ്ണുപ്രിയയും ഷജീറും സുബിനുമാണ് വരാൻ പോണത്. ബാറ്ററി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കൂ ചേച്ചി. ബാറ്ററി ഓണായി. ബാറ്ററി ഓണായി, നമ്മൾ എല്ലാരും ഓണായി. എല്ലാരും സ്വെറ്റർ വെച്ചൊക്കെ ഇരുന്നോണം, തണുക്കും. ഊട്ടിയാണ്. അപ്പം വെൽക്കം സുബിൻ, ഷജീർ, വിഷ്ണുപ്രിയ. എന്തെങ്ങനെ? അതെ, ഞാൻ ഊട്ടിയിലാണെന്നും ഇവിടെ ഭയങ്കര തണുപ്പാണെന്നും രജിസ്റ്റർ ചെയ്തതാണ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഊട്ടിയിലാദ്യട്ടാ? അല്ല, ഞാൻ ശരിക്കും കൊച്ചിക്കാരിയാണേ. ഞങ്ങള് കൊച്ചിയിലാണ് ക്രിസ്മസ് ഒക്കെ ബ്ലാസ്റ്റ് ചെയ്യാറ്. അപ്പൊ എന്റെ കസിൻസ് പറഞ്ഞേ ഈ പ്രാവശ്യം നമുക്ക് ഊട്ടിയിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷിക്കാന്ന്. കൊച്ചിയിലെ ക്രിസ്മസ് സൂപ്പർ ആണല്ലേ? സൂപ്പർ ക്രിസ്മസ്. എന്നിട്ട് കസിൻസ് എവിടെ? അതാണ് ഞാൻ അന്വേഷിക്കണ. കസിൻസിനെ കാണാനില്ല. എവിടെ പോയി? ഊട്ടിയാണ്, ഭയങ്കര തിരക്കാണ്. കസിൻസിനെ കാണാതെ പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല. പോയി കണ്ടുപിടിക്കും. മാതാവേ, വല്ല കൊക്കയിൽ പോയിട്ടുണ്ടാവോ? പൊക്കെ ഒന്ന് പൊക്കെ. നമ്മുടെ ഈ എലീനെ ഈ ശ്രീവിദ്യക്ക് എന്റെ കൂട്ടുകാരിമാരാണേ. അവരെന്നോട് എപ്പോഴും പറയും, കുട്ടികൾ പറയണ ചളിക്കൊക്കെ ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കുട്ടികൾ നെഞ്ചത്തടിച്ച് കരയണ്ടട്ടാ. അതല്ല, വേറൊരു കാര്യമുണ്ട്. ഞാനിപ്പൊ പറഞ്ഞ കസിൻസ് ഇല്ലേ, അതിലൊരാൾക്ക് കുട്ടിയേട്ടന്റെ അടുത്ത് ഭയങ്കര ക്രഷാണ്. ഈ കാണാതായ കസിൻസില് ഒരാൾക്ക് ഭയങ്കര ക്രഷാണ്. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവൂല. കസിൻസിനെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ പോകുന്നത്. നമുക്ക് എങ്ങോട്ട് പോയി എപ്പോ പോയി എവിടെ പോയി തിരക്കാം? ബാബാ അറിയാൻ നോക്കി നോക്കാം നമുക്ക്. അതെ, ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നമുക്ക് ഇപ്പൊ പോയി തിരക്കാം. പിന്നെ അല്ലെങ്കിൽ മോള് പോയി തിരക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ ഒറ്റ കാര്യം, ഇതായത് പോകുമ്പോഴേ അതിലെ ക്രഷുള്ള കസിനില്ലേ, ബാക്കിയുള്ളവരെ കിട്ടിയില്ലേലും കുഴപ്പമില്ല, ആ ക്രഷുള്ള കസിനെ മറക്കല്ലേ. അത് ഞാൻ പറഞ്ഞോളാം. മേരി ക്രിസ്മസ്. അഖിലേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ക്രഷുള്ള കസിൻ എന്ന്, ഇതാണ്. അതാടാ, ഇതങ്ങ് മാറിയില്ലേ? ഹലോ, അത് ഉണ്ടാവും. കൂട്ടത്തിലാണ്. അല്ല, നല്ലതാണ് ക്രഷ് എന്നൊക്കെ പറയുന്നത്. ഇച്ചിരി ചെറിയ പൈകിളി. അല്ല,
ഇത് കൈ പിടിക്കാൻ സമ്മതിക്കില്ല. അതെ ക്രഷുള്ള ആളാണ് ഈ വന്നേക്കണ. എനിക്ക് മുഖം ഒന്ന് കാണാൻ വേണ്ടിട്ട്. മുഖം മുടി മാറ്റിക്കോ, മാറ്റങ്ങോട്ട്. ഫസ്റ്റ് ഹാഫ് ഓക്കെ. എനിക്ക് ക്രഷാണ്, എനിക്ക് ഭയങ്കര ക്രഷാണ്. ഇത് ക്രഷാ പറഞ്ഞില്ലേ ക്രഷുള്ളന്ന്? അതെന്റെ കസിനാണിത്. അയ്യോ ഊട്ടിയകിൽ നിക്കണത്. അപ്പൊ ഊട്ടിയകിൽ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ മൈസൂരാണെങ്കിലോ? മൈസൂരകിൽ. നെടുമങ്ങാടാണെങ്കിൽ പപ്ലിയാകിൽ. പപ്ലിയാകിൽ. എന്റെ എന്തെന്ന് പറഞ്ഞ പപ്ലിയാകിൽ. പപ്ലിയാകില്ല. അല്ല എന്റെ എന്തെന്ന് പറഞ്ഞ നിങ്ങള് ക്രഷ്. 2 ആഴ്ച കഴിഞ്ഞാൽ ചിതാഭസ്മം ബ്രഷിൽ തൂത്തുകളേണ്ട സാധനമാണ് ക്രഷ്. എന്റെ അടിച്ചു കരുത് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന പെണ്ണെ. എനിക്ക് ക്രഷാണ്. കുഴപ്പമില്ല, വീട്ടിലൊരു വൈദ്യശാല ഉണ്ട്, അതും അഡ്ജസ്റ്റ് ചെയ്തോളാം. കുട്ടിയാക്കില് പോണെങ്കി പൊക്കോട്ടെ. ദാ ഇരിക്കണ ആരാന്ന് നോക്കിക്കേ. എലീനുണ്ട്, അയ്യോ ശ്രീവിദ്യുണ്ട്, അയ്യോ ആലീസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഐസ് ഉണ്ടെന്നല്ല പറഞ്ഞ, ആലീസ് ഉണ്ടെന്നാ. ആരെ കണ്ടല്ല അയ്യോ 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 നീ ഒന്നും മനുഷ്യനെ കണ്ടിട്ടില്ലേടി? അപ്പാപ്പ അങ്ങോട്ട് നോക്കിക്ക, അവിടെ ആരാ ഇരിക്കണേന്ന്? ശ്വേത ചേച്ചി. അയ്യോ 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 ഞാനൊന്ന് അരി ആട്ടിക്കോട്ടെ. വീട്ടിലൊരു കമ്പ് കുനിഞ്ഞെടുക്കാൻ പറഞ്ഞ എടുക്കൂലാത്ത ആളാ ഊട്ടിയിൽ വന്ന് അരിയാട്ടാൻ പോണ്. അതിന്റെ എന്റെ ബേബിയെ പോലെയാ. എന്തോന്ന് ബേബി ഓയില? ബേബി ഓയിൽ എന്നല്ല, എന്റെ ബേബിയെ പോലെയാ. ശ്വേത ചേച്ചി, എനിക്കതെന്റെ ബേബിയാ, എന്റെ ബ്രഷാണത്. എന്തോന്ന് ബ്രഷ് നേരത്തെ പറഞ്ഞില്ല? അത് ക്രഷാണ് അപ്പാപ്പ. അത് തന്നെയാണ് പറഞ്ഞത്, പല്ലിന് വിടവുള്ളതുകൊണ്ട് പ്രശ്നമായി പോയതാ. എനിക്ക് കൊച്ചു എന്താടി ഇപ്പൊ ഒരു ഒക്കാനൊക്കെ തണുപ്പിന്റെ. അപ്പൊ എന്റെ അല്ല, അതല്ല കൊച്ചു ത്രേസ്യ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവൾ എന്തിനാടി നമ്മൾ ഊട്ടി കൊണ്ടുവന്നേക്കണത്? കറക്കാൻ നമ്മളെന്താ പശുവോ? ഈ വയസ്സാം കാലത്ത് ഇങ്ങനൊരു തമാശ. എന്റെ മാളെ, ഇന്നേ വരെ ഈ മനുഷ്യൻ എന്നെ ഒരിടത്തും ടൂറ് കൊണ്ടുപോയിട്ടില്ല. അതെന്താ പാപ്പ ടൂർ കൊണ്ടുപോകാത്തെ? അവൾ ഈ പറഞ്ഞത് മഞ്ഞക്കള്ളോ? മഞ്ഞക്കള്ളോ? പച്ചക്കള്ളൊക്കെ ഓവർ യൂസ് ആണ്. എടി, കല്യാണം കഴിഞ്ഞിട്ട് 6 പ്രാവശ്യം ഞാൻ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയില്ലേ? അത് ടൂറിനല്ലല്ലോ, പേരിനല്ലേ. എന്തായാലും കൊണ്ടുപോയില്ലേ? ഇതെന്താണ് പാപ്പ കലിംഗ ശശിയുടെ ഫിഗറാ? കലിംഗ ശശിയുടെ ഫിഗർ പിടിച്ചല്ലടി, ചുണ്ട് കൊച്ചി പോയതാ. എങ്ങോട്ട്? ചുണ്ട് കൊച്ചിക്കോയി പറഞ്ഞു. ചുണ്ട് കൊച്ചിക്ക് പോയി നല്ല പറഞ്ഞത്, ചുണ്ട് കോച്ചി പോയെന്നാ പറഞ്ഞത്. തണുപ്പല്ലേ? കലിംഗ ശശിയുടെ ഫിഗറാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എം നമ്പ്യാരായിട്ട് വരുവാ. നോക്കി തണുപ്പായിട്ടാ ശബ്ദം പോയി ഭയങ്കര തണുപ്പാന്നാ പറഞ്ഞത്. എന്നാ തണുപ്പാണെങ്കിലേ അപ്പാപ്പനും അമ്മമ്മ തെണ്ടിപ്പോ. പറഞ്ഞത് കേട്ടാ നീ? ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞത് കേട്ടാ നീ? നമ്മളോട് തെണ്ടി പോകാൻ. എന്റെ പൊന്നുമാണ്, ഈ മനുഷ്യന്റെ കൂട്ടിട്ട് എത്ര വർഷമായി പറയാമോ? ഇന്നേ വരെ ഈ മനുഷ്യൻ എന്നെ തെണ്ടിച്ചിട്ടില്ല, അറിയാമോ? അമ്മാമ്മച്ചി എന്തൊക്കെയാണ് ഈ പറയണത്? ഞാൻ പറഞ്ഞത് ടെന്റ് എന്നാ. ഈ കിടക്കുന്ന സാധനം കണ്ട, ഇതാണ് ടെന്റ്. കൊച്ചി ത്രേസ്യേ, കുറേ നാള് മുമ്പാണ് ഞാൻ ഈ ശബ്ദം കേട്ടത്. ഇപ്പൊ ഒന്നുകൂടെ കേക്കാൻ പറ്റി. ഇങ്ങോട്ട് വന്നേ ത്രേസ്യേ. ഊട്ടിയിൽ എന്നാ സൈക്കിൾ ചവിട്ടി എങ്ങാട്ടാ പോണത്? സൈക്കിൾ അല്ലടി, തണുത്തിട്ടേ കാല് കോച്ച് പിടിക്കുക. വിളി പറഞ്ഞ സാധനത്തിന് പേരെന്നറിയാവോ? അതാണ് ടെന്റ്. ഞാനിത് തൊട്ടിലാന്നും പറഞ്ഞിരിക്കായിരുന്നു. എനിക്കിത് പെട്ടി പോലെയാ തോന്നണത്. എന്നാ നീ കേറ്. കെട്ടി അല്ലടി, അതിനകത്ത് കേറാൻ. കെട്ടിയില് നിങ്ങൾ ആദ്യം കേറ്. നീ ആദ്യം കേറ്. നിങ്ങൾ ആദ്യം കേറ്. നീ ആദ്യം കേറ്. എന്റെ അപ്പാപ്പ അമ്മാമ്മ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കേറാവോ? നിങ്ങൾ ആ ടെന്റിൽ കേറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ക്രിസ്മസ് സർപ്രൈസ് ഒക്കെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് വിളിക്കാം നിങ്ങളെ. എന്നാ വാടി കേറാ. എട്ടുകാരിയായത്. ഓ, ഇതെന്നാടി ഇത്? ഗ്യാസിന്റെ വാസുവിന്റെ അല്ലെന്ന് വയറ്റിലുള്ള ഗ്യാസിന്റെ. ഇതിനകത്ത് കേറിയപ്പോഴേ നിന്റെ വീട്ടിലെ വിറക് പുരയെ കേറിയൊരു ഓർമ്മ നിങ്ങൾ അവിടെ വെച്ച് പിടിച്ചില്ലേ? അതാ എനിക്കൊരോർമ്മ. അയ്യോ, എല്ലാം സെറ്റാണ്, പുറത്തേക്ക് വന്നോ? ഇറങ്ങി വാ മനുഷ്യനെ. കൊച്ചി ത്രേസ്യേ, ഇത്തവണ നമ്മൾ ആരും പിടിച്ചില്ല. ഇനി നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. എന്നതാ ആ കൊച്ചു പറഞ്ഞ നീ കേട്ടോ? നമുക്ക് കിസ് വെച്ച് ആഘോഷിക്കാന്ന്. അതൊക്കെ ഒരു പഴയ കാലം. എങ്ങാട്ട് പോണ്? കാണിക്കണത് നാണം കൊണ്ട് തല കറങ്ങിയതാ. ഹോട്ടലിത്തിരി തീട്ട് തരാന്ന് വിചാരിച്ചു കോച്ച് പിടിച്ചതാന്ന് വിചാരിച്ചത്. ഇനി വൈനടിക്കാം. കൊച്ചു ത്രേസ്യേ, നീ എന്റെ തള്ളേ, നിന്റെ തള്ളേ. എന്ത് തള്ളാണ് ബായ്. പിന്നെ എന്തോന്നാണ് കാണിക്കണത്? നിങ്ങളോട് ലൈൻ അടിക്കാനല്ല പറഞ്ഞത്,
ഫൈൻ അടിക്കാനാണ്. അതാണ് പറഞ്ഞത്. ഫൈൻ ഫൈൻ അടിക്കുന്ന അടിച്ചോ. അപ്പൊ എങ്ങനെയുണ്ട്? എന്നാ ഞാൻ നിങ്ങൾ രണ്ടുപേരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ രണ്ടുപേരും വീട്ടുകാരെയൊക്കെ എതിർത്ത് കല്യാണം കഴിച്ച ആൾക്കാരല്ലേ? നിങ്ങൾ എങ്ങനെ പ്രേമിച്ച? അതൊക്കെ ഒരു കഥയാടി മോളെ. ഞാൻ ഇവളെ പ്രേമിച്ച് നടക്കണ കാലം. എന്നാടി നീ കാണിക്കണേ? പ്രേമം കൊണ്ട് നാണം വന്നതാ. പ്രേമം കൊണ്ട് നാണം വന്നതോ? ഇത് ഓവർ ആക്ഷൻ ആണ്. ഇത് കാണിച്ചാലേ സിനിമയിൽ എത്താനുള്ള മോഹമൊന്നും വേണ്ട, കേട്ടല്ല. അങ്ങനെ പ്രേമിച്ച് നടന്നിരുന്ന കാലം. ഞാൻ ആദ്യമായിട്ട് ഇവളെ കാണുന്നതേ ഒരു ക്രിസ്മസ് രാത്രിയിൽ പരുമല പള്ളിയിൽ വെച്ച. പരുമല ചെരുവിൽ പടിപ്പുരവിൽ ഉർവശി പ്രേമത്തിനൊരു ബൂസ്റ്റിംഗ് കൊടുത്തതാ. അതിനുശേഷം ഞാൻ ഇവളെ അഷ്ടമുടി കായലിന്റെ ഓരത്തിൽ വെച്ചത് കണ്ടു. അഷ്ടമുടി കായലിലെ അന്നനടക്കോയിലെ ചിന്നക്കില്ലേ ചിങ്കാരക്കിളി. തൂവല് പൊഴിഞ്ഞൊരു കിളി പോണ നോക്കി. നീ എന്താണ് ഈ കാണിക്കുന്നത്? പ്രേമം, ഇതാണ് പ്രേമം. അവിടെ വെച്ചിട്ട് ഞാൻ എന്റെ ഇഷ്ടം ഇവളോട് തുറന്നു പറഞ്ഞു. ഇഷ്ടം 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 ഇഷ്ടം. പൂച്ചക്കുഞ്ഞാണോ? അതല്ല, ഹാർട്ട്. ഈ കാണുന്നതൊക്കെ എന്തെന്നാ? ഹാർട്ട് അങ്ങനെയല്ലടി കാണിക്കുക. ഹാർട്ട് ഇത് ഇങ്ങനെ കാണിക്കണം. അത് വൈനോക്കുളർ വെച്ച് കുളിച്ച് നോക്കണല്ലേ. അത് മിണ്ടാണ്ടിരി. അതിനുശേഷം ഞാൻ പിന്നെ ഇവളെ കാണുന്നത് കുണ്ടന്നൂര് വെച്ചിട്ടാ. എന്റെ അടി പാട്ടില്ലേ? പാട്ടില്ലേ? കുണ്ടന്നൂര് വെച്ച് നിങ്ങൾക്ക് പാടാനില്ലേ? അപ്പൊ ഓവർ ആക്ഷൻ കാണിക്കരുത്. അപ്പൊ കുണ്ടന്നൂര് വെച്ചിട്ട് ഇവളുടെ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞു. എന്താടി പറഞ്ഞത്? പറഞ്ഞു കൊടുക്കടി. എന്താ മമ്മി പറഞ്ഞത്? അപ്പാപ്പൻ എന്നോട് അത് പറഞ്ഞു. അതെ, അവൾ എന്റെ അടുത്ത് അത് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവളെ കല്യാണം കഴിച്ചു. ആദ്യ രാത്രിയിൽ അത് എന്താന്ന് ചോദിച്ചപ്പോൾ അവളെന്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ? ചോദിച്ചു നോക്ക. അന്നേരം എന്നോട് അപ്പാപ്പൻ അതും ഇതും പറഞ്ഞു. അവൾ അതും ഇതും പിന്നെ വേറെന്തൊക്കെയോ പറഞ്ഞു. ഇതിൽ നിന്നും നിനക്ക് എന്ത് മനസ്സിലായി? രണ്ടുപേരും ഡയലോഗും പറഞ്ഞിട്ട് കൈ നിട്ട് അതും ഇതും പറഞ്ഞോണ്ടിരിക്കാന്ന് മനസ്സിലായി. അതും പറഞ്ഞല്ലേ? ആ ആട്ടല്ല എനിക്ക് മനസ്സിലായിരുന്നു. നിന്റെ ചുറ്റിക്കളിയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ചുറ്റിക്കളി? നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ പപ്പാപ്പന്റെ അടുത്ത് അമ്മാമ്മയുടെ അടുത്തും പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാ, അപ്പാപ്പനും അമ്മാമ്മയും കേൾക്കണം. ഞാനൊരു ഡാവായിട്ട് കുറച്ചു നാളായിട്ട് നല്ല സെറ്റാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റാപ്പടിക്കാൻ വേണ്ടി ബൈക്കിലൊക്കെ പോവാറുണ്ട്. ഈ റാപ്പടിച്ച് വന്നടക്ക് ഇവൻ എന്റെ അടുത്ത് ഒരു കബൂർ ഡയലോഗ് അടിച്ച്. ആ ഡയലോഗ് കേട്ടപ്പോ എനിക്ക് പൊളിഞ്ഞ്. ഞാൻ നൈസായിട്ട് ഒടിച്ചു കൊടുത്തു. ഇതിനെന്ത് മനസ്സിലായി? അപ്പാപ്പന്റെ അമ്മാമ്മേനെ വിളിച്ചത് മാത്രം മനസ്സിലായി. എന്റെ ഈശോയും മനസ്സിലായി. അതിന് നീ ശേഷം പറഞ്ഞ തക്കട മുക്കട തപ്പട അതൊന്നും നമുക്ക് മനസ്സിലായില്ല. അപ്പാപ്പനും അമ്മമ്മ അതൊന്നും മനസ്സിലാക്കണ്ട. എടി കൊച്ചു ത്രേസ്യേ. എന്തോ എന്നാ എന്തിരനോ? എന്തല്ലേ തണുത്തിട്ട് കാല് കോച്ചു കളിച്ചിട്ടും പാടില്ല. ഓവർ ആക്ഷൻ കാണിക്കണ്ട. സിനിമയിലൊന്നും കയറാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ അടിച്ചത് നീ തിരിച്ചടിച്ചല്ലേ. കൊച്ചു ത്രേസ്യേ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. എന്താ? തണുപ്പ് പ്ലസ് ഊട്ടി സമം കുട്ടി. അപ്പാപ്പ തണുപ്പ് മൈനസ് ആണ്. മൈനസോ? മൈനസ് വന്നാല് തണുപ്പാവുള്ളൂ. നീ ഒന്നങ്ങോട്ട് മാറി. ഞങ്ങൾ തമ്മിലൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. എന്താണ്? തണുപ്പ് ഊട്ടി നമുക്കൊരു കുട്ടിയൊക്കെ വേണ്ടേടി ഈ പ്രായത്തിലോ? അതിലെന്താ? കംപ്ലൈന്റ് ആയി കിടക്കണ റിമോട്ടിലെ 2 തട്ട് തട്ടിയാൽ അത് വർക്കാവൂലേ? ചിലപ്പോ നമുക്കൊരു ചാനൽ തെളിഞ്ഞാലോ? അതെ, നമ്മൾ ഇവള് നിൽക്കുമ്പോ ഒന്നും പറയണ്ടാട്ടോ. എല്ലാം ഇവള് കേൾക്കുന്നുണ്ടേ. അപ്പാപ്പനും അമ്മാമ്മേ, ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞ കേക്കോ? ക്രിസ്മസ് ആഘോഷമൊക്കെ അവിടെ നിക്കട്ടെ. ആദ്യം അപ്പാപ്പനും അമ്മാമ്മയുടെ കവിളത്തൊരു ഉമ്മ കൊടുക്ക്. എനിക്കറിയാൻ പാടില്ല. പറഞ്ഞു പോയതല്ല. പിന്നെ ഇത് കേട്ടിട്ട് നാണിച്ചിട്ട് ഞാൻ അങ്ങ് പോണതാ. എന്തിനാ അപ്പാപ്പ നാണിക്കണേ? അതൊന്നും കൊടുക്കണ്ട, ശരിയാവൂല. അതെന്താ ശരിയാവാത്തേ? ഉമ്മ കൊടുക്കുന്നൊക്കെ ഞാൻ മറന്നുപോയെന്ന്. മറക്കണെന്തിനാ? അപ്പാപ്പന്റെ ചുണ്ടുകൊണ്ട് അമ്മമ്മയുടെ കവിളത്തൊന്നും ഇങ്ങനെ മുട്ടിച്ചാ മതി. അത്രയും മതിയാ? അത്രയും മതി. കൊച്ചു ത്രേസ്യേ. അതല്ല മോനെ, എന്റെ വായിൽ കിടക്കണ സെറ്റ് വല്ല അപ്പടി അപ്പാപ്പന്റെ വായിലാ. പോയി. എടി മോളെ, നീ ആ ജിംഗിൾ ബെൽ ഒന്നിട്ടേടി. ആദ്യം വയറ്റിൽ കിടക്കണ സെറ്റ് ബെൽ ഇറക്കി, എന്നിട്ടല്ലേ ജിംഗിൾ ബെൽ. എന്തായാലും
അല്ല സ്കിറ്റ് വഴി നമ്മളിങ്ങനെ ഊട്ടി വരെ നമ്മൾ എത്തി. ഊട്ടിയിലെ മഞ്ഞുള്ളൊരു രാത്രിയിലെ വിശേഷങ്ങൾ. ശ്വേത ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ സ്കിറ്റ്? മാറ്റി പിടിച്ചു അല്ലേ? നമുക്ക് എപ്പോഴും വിഷ്ണു വേണ്ടല്ലോ അല്ലേ? അവർ മാറ്റി പിടിക്കല് നല്ലായിരുന്നു, നല്ലൊരു ചേഞ്ച് ആയിരുന്നു. ഈ സുബിൻ ചേട്ടനെ പോലത്തെ അമ്മൂമ്മ എന്റെ നാട്ടിലുണ്ട് കേട്ടോ. ഈ ഒരു വർത്താനം, ഈ ഒരു ലുക്ക്. അതാണ് ഞാൻ വിചാരിച്ചു സെറ്റ് പല്ല് അടിച്ചോണ്ട് ഇങ്ങനൊരു അമ്മൂമ്മ ഉണ്ട്, തെയ്യത്തിനൊക്കെ എപ്പോഴും വരുന്നൊരു അമ്മൂമ്മ ആണല്ലേ? പരിചയമുള്ള ഒരു അമ്മച്ചിയാ? അതെ 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 അതെ. ആലീസ് പറയൂ. ആലീസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് അഖിലേട്ടന് കൊടുത്ത പണിയായിരുന്നു. പിന്നെ ഇവരുടെ രണ്ടൊരു റൊമാൻസ്, അത് അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഞാൻ ശരിക്കും ഇവരായിരിക്കും പേരെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇത് അഖിലേട്ടനോട് പണി എന്നാണ് പറഞ്ഞ? ഞാൻ കേട്ടത് അഖിലേട്ടൻ ചെയ്തതെന്നാണ്. കൊടുത്ത പണി. അപ്പൊ എന്തായാലും നമുക്കിനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ ഊട്ടിയിലെ റൊമാൻറ്റിക് സ്കിറ്റിന് ലഭിച്ചിരിക്കുന്നു 30,000 rupees. വരച്ച് 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 അതാ അടിപൊളി. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും ആഘോഷിക്കുമ്പോൾ അതിന്റെ ഭാഗമാവേണ്ട ഒരു വ്യക്തിയാണ് കേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അമൃത TV ആൻഡ് നമ്മളുടെ എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ മലയാളി പ്രേക്ഷകർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും വെരി വെരി മെരി ക്രിസ്മസ്. ഓൾറൈറ്റ് ചേച്ചി, എല്ലാ കൈ പിടിക്കൂ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas. Happy New Year. Stay blessed. അപ്പൊ എന്തായാലും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കാൻ, സേഫ് ആയിട്ട് ഇരിക്കാൻ മക്കളെ. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് വിഷ് ചെയ്തോണ്ട് ഞങ്ങൾ പോവുകയാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് മെരി ക്രിസ്മസ്.